എല്ലാവർക്കും നമസ്കാരം. അമ്മ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചേർത്തെഴുത്തും സന്ധിയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പഠിച്ചു പോകാം. ആദ്യത്തേത് ഇതാണ്: ആഗമസന്ധിക്ക് ഉദാഹരണം ഏത് എന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്: നെന്മണി, പടച്ചട്ട, വിശപ്പുണ്ട്, തിരുവാതിര. ഇത് 4ഉം നമുക്ക് ആദ്യം ഒന്ന് പിരിച്ചെഴുതി നോക്കണം. നോക്കൂ, നെന്മണി എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? നെൽ അധികം മണിയാണ്. നെൽ അധികം മണിയാണ് നെന്മണിയായി മാറുന്നത്. ഇവിടെ എൽ എന്നുള്ളത് എൻ ആയി മാറുകയാണ്. അപ്പൊ ഒന്നിനു പകരം ഒന്ന് വന്നാൽ ഇത് ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. ആദേശം. അടുത്തത് പടച്ചട്ടയാണ്. അതെങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുന്നത്? പട അധികം ചട്ടയാണ്. ഇവിടെ ഒരു ചായുള്ളൂ, കൂടിച്ചേരുമ്പോൾ അത് ഇരട്ടിക്കുന്നു. ഇരട്ടിപ്പ് വരുമ്പോൾ എന്ത് സന്ധി എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? അത് ദ്വിത്വസന്ധിയാണ്. അടുത്തത് നോക്കൂ, വിശപ്പുണ്ട് എന്ന വാക്കാണ്. അതെങ്ങനെ പിരിച്ചെഴുതാം? വിശപ്പ് അധികം ഉണ്ട് എന്നാണ്. വിശപ്പ് അധികം ഉണ്ട് കൂടിച്ചേർന്ന് വിശപ്പുണ്ട് എന്നായി മാറുന്നു. ഇവിടെ ഈ ഉ ആണ് ഈ ഉകാരമായി വന്നിരിക്കുന്നേ. പായോട് കൂടിയുള്ള ഈ ചന്ദ്രക്കല ഉണ്ടല്ലോ, ചന്ദ്രക്കല, അതിനെ നമ്മൾ സമൃദ്ധോകാരം എന്നാണ് പറയാ. സമൃദ്ധോകാരം കൂടിച്ചേരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അല്ലെ, അത് ലോപിച്ചു പോയി. അതുകൊണ്ട് ഇത് ലോപസന്ധിക്ക് ഉദാഹരണമാണ്. അടുത്തത് നോക്കൂ, തിരുവാതിര എന്ന വാക്കാണ്. അതെങ്ങനെയാണ് നമ്മൾ പിരിക്കുന്നത്? തിരു അധികം ആതിരയാണ്. കൂടിച്ചേർന്നപ്പോൾ എന്തായി? ഇവിടെ ആതിര എന്നുള്ളത് കൂടിച്ചേർന്നപ്പോൾ വാതിര എന്നായി അല്ലെ. വ് എന്ന വർണ്ണമാണ് അവിടെ ആഗമിച്ചത്. അതുകൊണ്ട് ഇതാണ് ആഗമസന്ധിക്ക് ഉദാഹരണം. ക്ലിയർ ആണോ? ശരി. അടുത്തത് ഇന്നി എന്ന വാക്കാണ്. എങ്ങനെ പിരിക്കാം എന്ന് ചോദിച്ചിരിക്കുന്നു. ഇന്ന് അധികം ഈ, ഇന്ന് ഈ പ്ലസ് നീ, ഇൻ പ്ലസ് നീ, ഈ പ്ലസ് നീ. ഇതിലേതാണ് കറക്റ്റ്? ഇന്നി. ഈ പ്ലസ് നീ ആണ് ഇന്നി ആയി മാറുന്നത് കേട്ടോ. അത് ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. അടുത്തത് പെറ്റമ്മ എന്നതിലെ സന്ധി ഏത് എന്നതാണ് ചോദ്യം. പെറ്റമ്മ എങ്ങനെ നമുക്ക് പിരിക്കാം എന്ന് നോക്കാം. പെറ്റ അധികം അമ്മയാണ്. പെറ്റ അധികം അമ്മയാണ് കൂടിച്ചേരുമ്പോൾ പെറ്റമ്മയായി മാറുന്നത്. എന്തു മാറ്റം വന്നു? പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ അധികം മാറ്റങ്ങളൊന്നും കാണില്ല. എങ്കിലും ഇവിടെ പെറ്റ എന്നതും ഇവിടെ അമ്മ എന്നുമാണ്. എല്ലാ അക്ഷരങ്ങളും വർണ്ണങ്ങളോടൊപ്പം സ്വരങ്ങൾ ചേർന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ പ്ലസ് ആ കൂടി ചേരുമ്പോൾ ശരിക്കും പെറ്റമ്മ എന്ന് വേണമായിരുന്നു. നമുക്ക് ഇവിടെ പെറ്റമ്മ എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിലെ ഒരു അകാരമാണ് ലോപിച്ചു പോയിരിക്കുന്നത്. അതുകൊണ്ട് പെറ്റമ്മ ലോപസന്ധിക്ക് ഉദാഹരണമാണ്. അടുത്തത് കാവ്യോപകരണം എന്ന വാക്കാണ്. കാവ്യ അധികം ഉപകരണം, കാവ്യോ അധികം ഉപകരണം, കാവ്യം അധികം ഉപകരണം ഇവയൊന്നുമല്ല. ഏതാ കറക്റ്റായ ആൻസർ? കാവ്യോപകരണം. കാവ്യ അധികം ഉപകരണമാണ്. കാവ്യ അധികം ഉപകരണമാണ്. ഓപ്ഷൻ എ ആണ്. അടുത്തത് ഋക് അധികം വേദം കൂടിച്ചേരുമ്പോൾ സന്ധി ഏത് എന്നതാണ് ചോദ്യം. ആദ്യം നമുക്ക് നോക്കാം. ഋക് അധികം വേദം കൂടിച്ചേരുമ്പോൾ എന്തായി മാറുന്നു? ഋഗ്വേദം എന്നായി മാറുന്നു. ഋഗ്വേദം. എന്ത് മാറ്റമാണ് വന്നേ? ഇവിടെ ക ആണ്, അത് ഗ അല്ലെ, ഗ എന്ന വർണ്ണമായി മാറി. ഒന്ന് വന്നതുകൊണ്ട് ഇവിടെ ഏത് സന്ധിയാണ്? അത് ഓപ്ഷൻ സി, ആദേശ സന്ധിക്ക് ഉദാഹരണമാണ്. ആഗമസന്ധിക്ക് ഉദാഹരണം അല്ലാത്തതേത് എന്നതാണ് ചോദ്യം. നമുക്ക് ഓരോന്നും നോക്കാം. വാഴയില എങ്ങനെ നമുക്ക് എഴുതാം? വാഴ അധികം ഇല ആണ്. വാഴ അധികം ഇലയാണ് കൂടിച്ചേർന്നപ്പോൾ വാഴ ഇലയായി മാറിയത്. എന്താ? യ എന്ന വർണ്ണം വന്നു. അതുകൊണ്ട് ഇത് ആഗമമാണ്. നമുക്ക് ആഗമം അല്ലാത്തതാണ് വേണ്ടേ. അടുത്ത് നോക്കൂ, തിരുവോണമാണ്. നമുക്ക് ഇങ്ങനെ പിരിച്ചെഴുതാൻ സാധിക്കും. തിരു അധികം ഓണമാണ് കൂടിച്ചേർന്നപ്പോൾ തിരുവോണമായത്. അവിടെ വ് എന്ന വർണ്ണം ആഗമിച്ചു. അതുകൊണ്ട് അതും ആഗമസന്ധിയാണ്. അടുത്തത് തിരുവാതിരയാണ്. എങ്ങനെ നമുക്ക് പിരിക്കാം? തിരു അധികം ആതിരയാണ് കൂടിച്ചേർന്നപ്പോൾ തിരുവാതിരയായി മാറിയത്. വ് എന്ന വർണ്ണം ആഗമിച്ചു. ആഗമസന്ധി. അടുത്തത് കണ്ണീരാണ്. എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? കണ്ണിലെ നീരാണ് അല്ലെ. കൺ അധികം നീരാണ് കണ്ണീർ ആയി മാറിയത്. എന്ത് മാറ്റാ വന്നേന്ന് നമുക്ക് ആദ്യം നോക്കാം. നോക്കൂ, ഇവിടെ ണ് എന്നൊരു വർണ്ണമുണ്ട്. ഇവിടെ 2 ണായാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഈ ന് എന്നത് ഇവിടെ കാണുന്നില്ല. അപ്പൊ എന്ത് മാറ്റം വന്നു? ആദ്യം ഈ ന് എന്ന വർണ്ണം പോയി.
അതിന് പകരമായി ണ് എന്ന വർണ്ണം ആഗമിച്ചു. ഒന്ന് പോയി ഒന്ന് വന്നാൽ ഇത് ആദേശസന്ധിയാണ് എന്ന് നമുക്കറിയാം. അപ്പോ ആഗമസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി കണ്ണീർ എന്ന പദമാണ്. ഇത് മൂന്നും ഈ വാഴയില, തിരുവോണം, തിരുവാതിര PSC ഇടയ്ക്കിടെ ആഗമസന്ധിക്ക് ഉദാഹരണമായി ചോദിക്കാറുള്ളതാണ്. അടുത്തത് കേട്ടു എന്ന വാക്കാണ്. അത് എങ്ങനെ പിരിക്കാം എന്നാ ചോദിച്ചിരിക്കുന്നത്. കേൾ അധികം തു, കേൾ അധികം ടു, കേൾ അധികം ടു, കേള് അധികം ടു. ഏതാ കറക്റ്റ്? കേട്ടു എന്നാണ്. അത് കേൾ അധികം ടു ആണ്. കേൾ അധികം ടു ആണ്. കൂടിച്ചേരുമ്പോ കേട്ടു എന്നായി മാറുന്നത്. അടുത്തത് ആദേശസന്ധിയുടെ ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. വെണ്മ എങ്ങനെ പിരിക്കാം? ഇത് ഓരോന്നും സന്ധി ചോദിക്കുമ്പോൾ ഓരോന്നും നമ്മൾ പിരിക്കുന്നത് ശ്രദ്ധിച്ചു പോണം കേട്ടോ. വെണ്മ എന്ന് പറയുമ്പോൾ വെള്ളധികം മായാണ്. വെള്ളധികം മായാണ് വെണ്മയായി മാറുന്നത്. എൾ മാറി എൺ വരുന്നു. അതുകൊണ്ട് ഇത് ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. അടുത്ത നമുക്ക് നോക്കാം. മുട്ടക്കട എന്ത് മാറ്റമാ വരുന്നേ? നമ്മൾ എങ്ങനെയാ പിരിക്കുക? മുട്ട അധികം കടയാണ്. ഇവിടെ ഒരു കായുള്ളൂ, ഇവിടെ രണ്ട് കായുണ്ട്. അതുകൊണ്ട് ഇത് ദ്വിത്വത്തിന് ഉദാഹരണമാണ്. തിരുവോണം നമുക്കറിയാം. തിരുവോണം, തിരുവാതിര ഇവയെല്ലാം ആഗമത്തിന് ഉദാഹരണമാണ്. കാറ്റില്ല എങ്ങനെ നമുക്ക് പിരിക്കാൻ പറ്റും? കാറ്റ് അധികം ഇല്ല എന്നാണ്. ഇവിടെ എന്തായിരിക്കും ലോപിച്ചിട്ടുണ്ടാവുക? സമൃദ്ധോകാരമാണ് ലോപിച്ചത്. അതുകൊണ്ട് ഇത് ലോപസന്ധിക്ക് ഉദാഹരണം. അപ്പൊ ഉത്തരം ആദേശത്തിന് ഉത്തരം വെണ്മ എന്നാണ്. ശരത്ത് അധികം ചന്ദ്രൻ PSCയുടെ ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ശരത്ത് അധികം ചന്ദ്രൻ കൂടിച്ചേരുമ്പോൾ എന്ത് വരും എന്നതാണ്. 4 ഓപ്ഷൻ ശരത് ചന്ദ്രൻ എന്ന് 4 രീതിയിൽ എഴുതിയിട്ടുണ്ട്. കറക്റ്റ് ആയത് ഓപ്ഷൻ സി ആണ്. ശരത് ചന്ദ്രൻ ആണ്. അതായത് ത് പ്ലസ് ച കൂടിച്ചേരുമ്പോൾ ഇരട്ടിക്കും. ച ഇരട്ടിക്കും. ഇത് ഓർത്തു വെച്ചാൽ മതി. ഇത് ആദേശസന്ധിക്ക് ഉദാഹരണമാണ് കേട്ടോ. ശരത് ചന്ദ്രൻ എന്നവ. തഥൈവ എങ്ങനെ പിരിച്ചെഴുതാം എന്നാ ചോദിച്ചിരിക്കുന്നേ. തഥ അധികം ഏവ, തഥ അധികം ഇവ, തഥൈവ, തഥ വ. ഏതാ കറക്റ്റ് ആൻസർ? തഥ അധികം ഏവയാണ്. തഥ അധികം ഏവയാണ്. കൂട്ടിച്ചേർക്കുമ്പോൾ തഥൈവ എന്നായി മാറുന്നേ. തഥ അധികം ഏവ. അടുത്ത നോക്കൂ. ധനുസ് അധികം പാണിയാണ്. കൈകളിൽ ഇങ്ങനെ വില്ല് പിടിച്ചിരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ധനുസ് അധികം പാണി കൂടിച്ചേരുമ്പോൾ ധനുപാണി, ധനുഷ്പാണി, ധനുർപാണി, ധനുസ്പാണി. ഏതാണ് കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നു. ധനുസ് അധികം പാണി കൂടിച്ചേരുമ്പോൾ ധനുഷ്പാണിയാണ് ആവുന്നത്. ധനുഷ്പാണി. അതായത് സ് എന്ന വർണ്ണം പോയി പകരം ഷ് എന്നുള്ള വർണ്ണം വന്നു ചേരുകയാണ്. അതുകൊണ്ട് ഇത് ആദേശസന്ധിക്ക് ഉദാഹരണമാണ് എന്നോർത്തിരിക്കുക. ധനുഷ്പാണി എന്ന പദം. അടുത്തത് കണ്ണീർ പാടമാണ്. എങ്ങനെ പിരിച്ചെഴുതാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ണീർ അധികം പാടം, കൺപാടം, കണ്ണീർ പാടം, കൺപാടം. ഏതാ കറക്റ്റ്? നമുക്കറിയാം. ഇതെന്തായാലും കൂടിച്ചേർക്കുമ്പോൾ ഇരട്ടിപ്പ് സംഭവിച്ചിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ഇത് ദ്വിത്വസന്ധിയാണ് എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ണീർ അധികം പാടമാണ് അല്ലെ. കണ്ണീർ അധികം പാടമാണ്. കൂടിച്ചേരുമ്പോ കണ്ണീർ പാടമാകുന്നേ. അത് ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ്. അടുത്തത് ചരണ അധികം അരവിന്ദം. കാല് പാദമാകുന്ന താമര എന്നൊക്കെ നമ്മൾ പറയില്ലേ. ചരണ അധികം അരവിന്ദം കൂടിച്ചേരുമ്പോ ചരണരവിന്ദം, ചരണാരവിന്ദം. ബാക്കി ഞാൻ വായിക്കുന്നില്ല. ഇതിൽ ഏതാ കറക്റ്റ്? ചരണാരവിന്ദമാണ് ട്ടാ. ചരണ അധികം അരവിന്ദം കൂടിച്ചേരുമ്പോൾ ചരണാരവിന്ദമായി മാറുന്നു. അടുത്തത് ചുള്ളിക്കമ്പ് എന്ന വാക്കാണ്. എങ്ങനെ പിരിച്ചെഴുതാം എന്നാ ചോദിച്ചിരിക്കുന്നത്. ചുള്ളി അധികം കമ്പ്, ചുളി അധികം കമ്പ്, ചുള്ളി അധികം കമ്പ്, ചുളി അധികം കമ്പ്. ഏതാ കറക്റ്റ്? ചുള്ളിക്കമ്പ്. ഇവിടെ ഇരട്ടിപ്പാണ്. അതുകൊണ്ട് തന്നെ ദ്വിത്വമായിരിക്കും. അപ്പൊ ചേരുന്നിടത്ത് ഒരെണ്ണമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ചുള്ളി അധികം കമ്പാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ആൻസർ.
അടുത്തത് എന്തൊരത്ഭുതം എന്ന വാക്കാണ്. എങ്ങനെ പിരിച്ചെഴുതാം എന്നാ ചോദിച്ചിരിക്കുന്നത്. എന്ത് അധികം ഒരത്ഭുതം, എന്തോ ഒരത്ഭുതം, എന്തൊരു അത്ഭുതം, എന്തു അത്ഭുതം. ഏതായിരിക്കും? നമുക്കൊന്ന് ചിന്തിച്ചാൽ അറിയാം. എന്ത് പ്ലസ് ഒരത്ഭുതമാണ് കൂടിച്ചേരുമ്പോ എന്തൊരത്ഭുതം എന്ന് നമ്മൾ പറയാം അല്ലെ. എന്ത് അധികം ഒരത്ഭുതമാണ് എന്തൊരത്ഭുതമായിട്ട് മാറുന്നത്. അടുത്തത് വിദ്യുത് ശക്തിയാണ്. വിദ്യുത് ശക്തി. വിദ്യുത് അധികം ശക്തി, വിദ്യു ശക്തി, വിദ്യുത് ശക്തി, വിദ്യു ശക്തി. ഏതാ കറക്റ്റ്? വിദ്യുത് ശക്തിയാണ്. കൂടിച്ചേരുന്നതിന് മുമ്പ് എങ്ങനെയായിരിക്കും? വിദ്യുത് അധികം ശക്തിയാണ്. PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ഇതൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. വിദ്യുത് അധികം ശക്തിയാണ് വിദ്യുത് ശക്തിയായി മാറുന്നേ. വിദ്യുത് ശക്തി ഓർത്തിരിക്കുക. അടുത്തത് നോക്കൂ, ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? നമ്മൾ കുറച്ച് വാക്കുകൾ ആഗമസന്ധിക്ക് ഉദാഹരണം PSC സ്ഥിരം ചോദിക്കുന്നത് പറഞ്ഞു വെച്ചതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം തിരുവാതിര എന്നത് ആഗമസന്ധിയാണ് എന്ന് നമുക്ക് ഇപ്പൊ തന്നെ ഗൃഹസ്ഥമായി കഴിഞ്ഞു അല്ലെ. അടുത്തത് കസവൊളി. നമുക്ക് വെറുതെ ഒന്ന് പിരിച്ചു നോക്കാം. എന്തായിരിക്കും കസവൊളി? കസവ് അധികം ഒളിയാണ്. കസവ് അധികം ഒളി, കസവൊളി. ഇങ്ങനെ വരുമ്പോൾ 99% ഇത് ലോപസന്ധി ആയിരിക്കും. സമൃദ്ധോകാരം ലോപിക്കുന്നത് കൊണ്ട് ലോപസന്ധി. അടുത്തത് വെള്ളച്ചാലാണ് അല്ലെ. വെള്ളത്തിന്റെ ചാലിനെയാണ് നമ്മൾ വെള്ളച്ചാൽ എന്ന് പറയുന്നത്. മഴക്കാലമാണെങ്കിൽ എന്തായിരിക്കും? മഴ അധികം കാലമാണ് കൂടിച്ചേരുമ്പോ മഴക്കാലമായി മാറുന്നത്. അടുത്തത് വില്ല് അധികം തൂ കൂടിച്ചേർന്നപ്പോ വിറ്റു എന്നായി മാറി. ഇവിടെ ല് പ്ലസ് തു എന്നത് എന്തായി? ടു എന്നായി മാറി. അപ്പൊ ഇവിടെ വരാവുന്ന സന്ധി ഏത് എന്നതാണ് ചോദ്യം. ദ്വിത്വം, ആഗമം, ആദേശം, ലോപം എന്ന് നമുക്കറിയാം. ഒന്ന് ആലോചിച്ചാൽ തന്നെ അറിയാവുന്നതേ ഉള്ളൂ. ഇത് ആദേശ സന്ധിക്ക് ഉദാഹരണമാണ്. ആദേശ സന്ധി. അടുത്തത് അന്ത്യത്തിൽ എന്ന പദമാണ്. അന്ത്യത്തിൽ, അന്ത്യം ഇൽ, അന്ത്യത്ത് ഇൽ, അന്ത് പ്ലസ് ത്തിൽ. ഏതാ കറക്റ്റ്? അന്ത്യത്തിൽ എന്നാണ് പറയുന്നത്. അത് അന്ത്യം അധികം ഇല്ലാണ്. അന്ത്യം അധികം ഇല്ലാണ് കൂടിച്ചേരുമ്പോ അന്ത്യത്തിൽ എന്നായി മാറുന്നത്. അടുത്തത് നോക്കൂ, നമുക്ക് കൂടിച്ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. തത്ത അധികം അമ്മ കൂടിച്ചേരുമ്പോ എന്ത് വരും? തത്തമ്മ എന്ന് വരും അല്ലെ. തത്തമ്മ എന്ന് വരും. ഏത് സന്ധിയാണ് മക്കളെ? ഇതിന്റെ സന്ധി എനിക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ, കാണുന്ന കുട്ടിയോള്. തത്ത അധികം അമ്മ കൂടിച്ചേരുമ്പോൾ തത്തമ്മയാവും. ഏത് സന്ധിയാണ് എന്ന് പറയണം. അടുത്തത് നോക്കൂ, എൺ അധികം 100 കൂടിച്ചേരുമ്പോൾ എന്ത് സംഖ്യ വരുന്നേ? 800 എന്നാണ് വരുന്നേ. ഇവിടെ ഒരു ണ് ഏ ഉള്ളൂ. ഇവിടെ 2 ണ കാണുന്നുണ്ട്. ഇവിടെ ഒരു ന ഉണ്ട്, അത് ഇവിടോട്ട് കാണുന്നുമില്ല. അപ്പൊ ഒന്ന് പോയി ഒന്ന് വന്നതാണ്. നമുക്കറിയാം അത് ആദേശമാണ്. മൊട്ട അധികം തല കൂടിച്ചേരുമ്പോൾ മൊട്ടത്തലയായി മാറുന്നു, ഇരട്ടിക്കുന്നു. ഇരട്ടിപ്പ് വരുമ്പോൾ ഏതാണ്? ഞാൻ ഉത്തരം പറയുന്നില്ല, എല്ലാവരും സ്വയം ഉത്തരം പറഞ്ഞു നോക്കുക കേട്ടോ. ഇരട്ടിപ്പ് വന്നാൽ ഏതാണ്? അടുത്തത് ജന അധികം ആവലി കൂടിച്ചേരുമ്പോൾ എന്താവുന്നു? ജനാവലി. ആവലി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? കൂട്ടമാണ് അല്ലെ. ജനങ്ങളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ ജനാവലി എന്ന് പറയുന്നേ. തനു അധികം അങ്കി സുന്ദരമായ ശരീരമുള്ളവൾ എന്നുള്ള അർത്ഥത്തിലാണ് തന്വങ്കി എന്ന് നമ്മൾ പറയും. തനു അധികം അങ്കി, തന്വങ്കിയാണ് അർത്ഥം. സുന്ദരി എന്നാണ് സുന്ദരി. അടുത്തത് നാട് അധികം ഇല്ലാണ് കൂടിച്ചേരുമ്പോ നാട്ടിൽ എന്നായി മാറും. നാട് അധികം ഇൽ കൂടിച്ചേരുമ്പോ നാട്ടിൽ എന്നായി മാറുന്നു. അടുത്തത് വിൺ അധികം തലം. PSCയുടെ ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. അത് വിണ്ടലമായി മാറുന്നു. വിണ്ടലം ആദേശ സന്ധിയാണ് എന്നോർത്തിരിക്കുക. ആദേശം. നെൽ അധികം മണി കൂടിച്ചേരുമ്പോൾ എന്താവും? നെൽമണിയാണോ? അല്ല, നെന്മണിയാണ്. നെന്മണി, നെന്മണി. ഇതും എന്തിനുദാഹരണമാണ്? ആദേശ സന്ധിക്ക് ഉദാഹരണമാണ്. അടുത്തത് നോക്കൂ, തോൽ അധികം തൂ കൂടിച്ചേരുമ്പോൾ എന്താവും? നമ്മൾ നേരത്തെ കണ്ടതാണ്.
ടു എന്ന് നമ്മൾ എങ്ങനെയാ എഴുതിയത്? വില് അധികം തു ആണ്. അപ്പൊ ല് പ്ലസ് തു കൂടി ചേരുമ്പോ ടു ആണ് വരുന്നേ എന്ന് നമുക്കറിയാം. തോല് പ്ലസ് തു അപ്പൊ എന്താണ്? തോറ്റു എന്നാണ്. ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോവരുത്. വിറ്റു, തോറ്റു എന്നൊക്കെ ഇങ്ങനെയാണ് പിരിച്ചെഴുതുക എന്നോർത്ത് വെക്കുക. അടുത്തത് പിൻപാടാണ്. കൂടിച്ചേരുമ്പോ എന്തായി മാറും? പിന്നിലെ പാട്. അപ്പൊ പിൽപ്പാടാണ് മക്കളെ. പിൽപ്പാട്. പിന്നധികം പാട്, പിൽപ്പാട്. അടുത്തത് കാലം അധികം കൂടിച്ചേരുമ്പോ നമ്മൾ എന്താ പറയാ? കാലം അധികം കൂടിച്ചേരുമ്പോ കാലവും എന്ന് നമ്മൾ പറയുന്നു. കാലം അധികം കൂടിച്ചേരുമ്പോ കാലവും എന്നാണ് നമ്മൾ പറയാ. അടുത്തത് ആ പ്ലസ് മാതിരിയാണ്. ആ പ്ലസ് മാതിരി കൂടിച്ചേരുമ്പോൾ എന്താണ്? അമ്മാതിരി എന്നാണ്. ആ പ്ലസ് മാതിരി കൂടിച്ചേരുമ്പോ അമ്മാതിരി. ഈ അധികം വണ്ണം കൂടിച്ചേരുമ്പോൾ എന്തായിരിക്കും വരുന്നേ? ഇവണ്ണം എന്നാണ് വരുന്നത്. ഇവിടെ വകാരം ഇരട്ടിക്കുകയാണ്. ഇവണ്ണം എന്ന് വരും. ആ അധികം വിധം കൂടിച്ചേരുമ്പോൾ എന്താവും? അവ്വിധമാകുന്നു. അവ്വിധം. ഇവിടെയൊക്കെ വകാരത്തിന് ഇരട്ടിപ്പ് സംഭവിക്കുകയാണ്. ഇവണ്ണം, അവ്വിധം, അങ്ങനെ. അടുത്തത് നോക്കൂ. അ അധികം ആൾ എന്താവും കൂടിച്ചേരുമ്പോ? അയാൾ എന്നായി മാറുന്നു. ആ അധികം ആളാണ് അയാൾ എന്നായി മാറുന്നേ. തല അധികം ക്ക് എന്തെന്നാ നമ്മൾ പറയാ? തലയ്ക്ക് എന്നായി മാറുന്നു. തല അധികം ക്ക്, തലയ്ക്ക്. കരി അധികം ചന്ത എന്താ നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോ പറയാ? കരിഞ്ചന്ത എന്ന് പറയും. കരിഞ്ചന്ത, കരിഞ്ചന്ത. ഇവിടെ നോക്കൂ. ജ എന്നുള്ള അക്ഷരം എങ്ങനെയാ ഉണ്ടായേ? ജ എന്നുള്ള അക്ഷരം എങ്ങനെയാണ് ഉണ്ടായേ? ഞ് പ്ലസ് ചായാണ് മക്കളെ. ഞ് പ്ലസ് ചായാണ് ജ ആയി മാറുന്നത്. ശ്രദ്ധിക്കുക. ജ ആയി മാറുന്നത് ഞ് പ്ലസ് ജായാണ്. ഇത് ആഗമമാണ്, ഇത് ആഗമമാണ്, ഇതും ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഡിയേഴ്സ്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.